ഹായ് ഓൾ, എല്ലാവർക്കും VBY IT കൽപ്പകഞ്ചേരിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയറിലെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് റിലേസ് എന്ന മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിന്ന് പറയുന്ന ടോപ്പിക്കാണ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലായിട്ട് ലൈവ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റിലേസ് ഒക്കെ പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കറാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ ദ ഇലക്ട്രിക്കൽ ഡിവൈസ് ഓർ ഇക്വിപ്മെൻറ്റ് വിച്ച് മേക്സ് ഓർ ബ്രേക്സ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലേ, നമ്മുടെ റിലേസൊക്കെ പോലത്തെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇക്വിപ്മെൻറ്റാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. In a 240 volt single phase system, a low rated single pole switch can use the circuit to break or make. അപ്പോൾ നമുക്കൊരു 240 വോൾട്ട് സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ ഒരു ലോ റേറ്റഡ് സിംഗിൾ പോൾ സ്വിച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതി ഒരു സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനോ മേക്ക് ചെയ്യാനോ ഒക്കെ. ഓക്കെ, ബട്ട് ഇൻ ദിസ് കേസ് ദ റിസൾട്ടൻറ്റ് സ്പാർക്ക് അറ്റ് ദ കോണ്ടാക്ട്സ് ആർ നെഗ്ലിജിബിൾ. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് ആ കോണ്ടാക്ട്സിലുണ്ടാകുന്ന റിസൾട്ടൻറ്റ് സ്പാർക്ക് എന്ന് പറയുന്നത് എന്താണ്, നെഗ്ലിജിബിളാണ്. അത്ര ഹൈ ആവണമെന്നില്ല ആ ഒരു കോണ്ടാക്റ്റിലുണ്ടാകുന്ന സ്പാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ നോട്ട് മേക്ക് എനി ഫയർ. അപ്പോൾ അത് പക്ഷേ നമുക്ക് അത്ര വലിയ ഫയറിനൊന്നും കാരണമാകുന്നില്ല. ഓക്കെ, ഇനി ഇൻ ദ സർക്യൂട്ട് ഓർ കോണ്ടാക്ട്സ് സിൻസ് ദ കറണ്ട് ഈസ് വെരി ലോ. കാരണം അവിടെ ആ സർക്യൂട്ടിൽ അല്ലെങ്കിൽ കോണ്ടാക്ട്സിലുണ്ടാകുന്ന കറണ്ട് എന്താണ്, വെരി ലോ ആണ്. ഓക്കെ, ഇനി ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹെവി ലോഡ്സ്, പക്ഷേ നമുക്കൊരു ഹെവി ലോഡ്സിൻ്റെ കേസിലാണെങ്കിൽ സേ സം ഹൺഡ്രഡ്സ് ഓഫ് ആംബിയസ് ആർ ഫ്ലോയിങ് ഇൻ എ സർക്യൂട്ട്, അതായത് നമുക്കൊരു ഹൺഡ്രഡ്സ് ഓഫ് ആംബിയസ് ഒക്കെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ട് ആണെങ്കിൽ എന്താ റിസൾട്ടൻറ്റ് സ്പാർക്ക് അറ്റ് കോണ്ടാക്ട് ആർ ഹെവി. നമുക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു കോണ്ടാക്ട്സിലുണ്ടാകുന്ന റിസൾട്ടൻറ്റ് സ്പാർക്ക് എന്ന് പറയുന്നത് എന്താ, വളരെ ഹൈ ആയിരിക്കും. ആൻഡ് ദിസ് ലീഡ്സ് ടു ഇലക്ട്രിക്കൽ ഫയർ. അത് ഒരു ഇലക്ട്രിക്കൽ ഫയറിന് തന്നെ കാരണമാകും. ഓക്കെ, ഇനി സോ ടു ഓവർകം ദിസ് പ്രോബ്ലം ദ സ്പാർക്സ് അറ്റ് ദ കോണ്ടാക്ട്സ് ആർ ടു ബി കൺട്രോൾഡ് ഓർ ക്വഞ്ചഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോണ്ടാക്റ്റിലുണ്ടാകുന്ന ആ സ്പാർക്കിനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ക്വഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി വെൻ എനി ലോഡ് മേക്സ് ഓർ ബ്രേക്സ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലോഡ് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സ്പാർക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം അഥവാ ക്വഞ്ചഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ക്വഞ്ചിങ് എന്ന് നമ്മൾ വഴിയെ പറയും. അതായത് നമുക്ക് ആ ഒരു സ്പാർക്കിനെ ഇല്ലാതാക്കുന്നതിന് നമ്മൾ ക്വഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ ഇക്വിപ്മെൻറ്റ് ഓർ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട് അണ്ടർ കൺട്രോൾ. At the same time, it prevents or quenching the resultant fire is called as a circuit breaker. നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിന് ഒരു ഗുഡ് ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, അതായത് the equipment or device used to make or break a circuit under control. At the same time, it prevents or quenching the resultant ഫയർ ഈസ് കോൾഡ് ആസ് എ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ്. നമുക്കൊരു സർക്യൂട്ടിനെ അണ്ടർ കൺട്രോളുള്ള സർക്യൂട്ടിനെ നമുക്ക് മേക്ക് ചെയ്യാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം. അതേ സമയത്ത് അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻറ്റ് ഫയറിനെ തടയുക അല്ലെങ്കിൽ ക്വഞ്ചിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഇക്വിപ്മെൻ്റാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. Okay, ഇനി the breakers are named after the quenching medium used to control the fire, such air circuit breaker, oil circuit breaker, vacuum circuit breaker and sulfur hexafluoride circuit breaker. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൽ ആ ക്വഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏത് മീഡിയമാണ് അവിടെ ഉപയോഗിക്കുന്നത് ഫയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കറുകളുണ്ട്. അതിലെ ചില ടൈപ്പുകളാണ് എയർ സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾക്ക് എന്താണ് എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ള സർക്യൂട്ട് ബ്രേക്കറാണ് എയർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ എയർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ഷോർട്ടായിട്ട് ACB എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ACB എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്താണ്? എയർ സർക്യൂട്ട് ബ്രേക്കറാണ്. എയർ സർക്യൂട്ട് ബ്രേക്കറിനെയാണ് നമ്മൾ ACB എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, എ സർക്യൂട്ട് ബ്രേക്കർ വിച്ച് യൂസസ് ദി എയ്തർ നാച്ചുറൽ എയർ ഓർ ബ്ലാസ്റ്റ് എയർ ആസ് ആൻ ആർക്ക് ക്വഞ്ചിങ് മീഡിയം ഈസ് ടേംഡ് ആസ് എയർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ നമുക്കൊരു ആർക്ക് ക്വഞ്ചിങ് മീഡിയമായിട്ട് എയർ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറാണ് നമ്മുടെ എയർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ നാച്ചുറൽ എയർ ഉപയോഗിച്ചിട്ടുള്ള അതിൽ ബ്ലാസ്റ്റ് എയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എയറാണ് ആർക്ക് ക്വഞ്ചിങ് മീഡിയം എന്നുണ്ടെങ്കിൽ അത്തരം സർക്യൂട്ട് ബ്രേക്കറിനെ പറയുന്ന പേരാണ് നമ്മുടെ എയർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഇവിടെ പറയുന്നുണ്ട്. പ്രാക്ടിക്കൽ സെൻസ് നമുക്ക് മേ ബി ജസ്റ്റ് ഒരു വേരിയേഷൻ വരാം. ഓക്കെ, അപ്പോൾ ACB is widely used up to 15 kV in place of oil circuit breaker because there is not chance of the fire due to the quenching oil as in case of OCB. അപ്പോൾ നമുക്ക് OCB മീൻസ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്കൊരു 15 kV വരെയൊക്കെ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന് പകരം ACB എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം അവിടെ ഓയിൽ കാറിനൊക്കെ എന്തെങ്കിലും ഫയറിനൊന്നുള്ള ചാൻസ് അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏകദേശം റേഞ്ച് 15 kV എന്നാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. മേ ബി അത് നമുക്ക് പ്രാക്ടിക്കൽ കേസിലേക്ക് വരുമ്പോൾ ജസ്റ്റ് വേരിയേഷൻ വരാം. അപ്പോൾ ഏകദേശം ഈ ഒരു അറൗണ്ട് ഈ ഒരു റേഞ്ചിലാണെന്ന് ഓർക്കാം. ഓക്കെ, ഇനി എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് power system for controlling and protection of different section of the circuit like transformers, motors, generators or alternators etc. and leads the system stable and reliable. Okay, അപ്പോൾ നമുക്ക് എയർ സർക്യൂട്ട് ബ്രേക്ക് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സർക്യൂട്ട്, ലൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് സർക്യൂട്ടിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പവർ സിസ്റ്റത്തിനകത്ത് കൺട്രോളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സർക്യൂട്ട് ലൈക്ക് ട്രാൻസ്ഫോമേഴ്സ്, മോട്ടോ, ജനറേറ്റർ, ആൾട്ടർനേറ്റർ പോലുള്ള ഒക്കെ വരുന്ന സർക്യൂട്ടുകളിലൊക്കെ നമുക്ക് എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലീഡ്സ് എ സിസ്റ്റം സ്റ്റേബിൾ ആൻഡ് റിലയബിൾ, സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അതുപോലെ റിലയബിലിറ്റിക്ക് ഒക്കെ നമുക്ക് ഈ എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അതർ കമ്പോണൻറ്റ്സ് ആർ ആൾസോ അസോസിയേറ്റഡ് വിത്ത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ലൈക്ക് ഫ്യൂസസ്, റിലേസ്, സ്വിച്ചസ് എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടുകളിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കൂടെ തന്നെ ഡിഫറെൻറ്റ് ഫ്യൂസുകളും റിലേകളും സ്വിച്ചസുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആ മൊത്തം ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾക്ക് കൺസ്ട്രക്ഷൻ ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കർ നോക്കാം. അതായത് നമുക്ക് ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കുറേ പാർട്സുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പാർട്സ് ഓഫ് ACB നോക്കാം. അപ്പോൾ ഒരു ഓഫ് ബട്ടൺ, ഓൺ ബട്ടൺ, അതുപോലെ മെയിൻ കോണ്ടാക്ട് പൊസിഷൻ ഇൻഡിക്കേറ്റർ, എനർജി സ്റ്റോറേജ് മെക്കാനിസം, സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ. നമുക്ക് ഇതിൽ ഫിഗറിൽ നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. ഇതിൽ നമുക്ക് ഫിഗറിൽ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുള്ളതാണ്, കണ്ടോ, O എന്ന് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഓഫ് ബട്ടൺ. ദെൻ നമുക്ക് നമ്പർ 2 എന്ന് കൊടുത്തിട്ടുള്ളതാണ് ഓൺ ബട്ടൺ, കണ്ടോ. അതായത് ഫിഗറിൽ ഞാൻ പറയുമ്പോൾ നമ്പറിൽ ശ്രദ്ധിക്കുക, കണ്ടോ, 1, 2. ഓക്കെ, ദെൻ നമുക്ക് 3 ആണ് മെയിൻ കോണ്ടാക്ട് പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, 3, 1 താഴെ വരുന്നു 3. ദെൻ നെക്സ്റ്റ് നമുക്ക് 4th വൺ എനർജി സ്റ്റോറേജ് മെക്കാനിസം സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ആണ്, 4 എന്ന നമ്പർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ 5th വൺ റീസെറ്റ് ബട്ടൺ, കണ്ടോ 5th. ദെൻ 6th LED ഇൻഡിക്കേറ്റർ ആണ് 6th. ദെൻ 7 കൺട്രോളർ, 7th കൺട്രോളർ. Then 8th connection test and isolated position latching locking mechanism ആണ് 8 എന്ന നമ്പറിൽ കാണിക്കുന്നത്. Then 9 ഈ താഴത്തെ സെക്ഷനിൽ. ഓക്കെ, then 9 ആണ് യൂസർ പാഡ് ലോക്ക്. Then 10 connection test and isolated position indication. ഓക്കെ, ദെൻ 11 കണക്ഷൻ ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റഡ് പൊസിഷൻ ഇൻഡിക്കേഷൻ കോണ്ടാക്ട്സ് ആണ് ഇവിടെ 11 വരുന്നത്.
ദാ ഈ മുകളിൽ കണ്ടോ, എയർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് എഴുതിയ ഏറ്റവും മുകളിൽ 11. ദെൻ 12 ആണ് നെയിം പ്ലേറ്റ്, കണ്ടോ ഈ റൈറ്റ് സൈഡിൽ നെയിം പ്ലേറ്റ്. ദെൻ 13 ഡിജിറ്റൽ ഡിസ്പ്ലേ, കണ്ടോ 13 ഇതാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ നമ്മുടെ 6ൻ്റെ മുകളിൽ. ഓക്കെ. ദെൻ 16 റോക്കർ റിപ്പോസിറ്ററി ആണ് 16. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ട്രിപ്പ് റീസെറ്റ് ബട്ടൺ ആണ് 17 ട്രിപ്പ് റീസെറ്റ് ബട്ടൺ. ഇത്രയാണ് നമുക്ക് എന്താ നമ്മുടെ ഒരു ACBൻ്റെ പാർട്സുകൾ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കണ്ടത് ഇതിൻ്റെ എക്സ്റ്റേണൽ വ്യൂ ആണ്. നമ്മുടെ ACBയുടെ എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ എക്സ്റ്റേണൽ വ്യൂ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇത് നമുക്കിവിടെ നെക്സ്റ്റ് ഇതിൻ്റെ ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻ. അതിൻ്റെ പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു ഷീറ്റ് സ്റ്റീൽ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ, അതാണ് നമ്പർ 1 ഉണ്ടോ. ഇത് നമ്പർ 2 കറണ്ട് ട്രാൻസ്ഫോമർ ഫോർ പ്രൊട്ടക്ഷൻ ട്രിപ്പ് യൂണിറ്റ് നമ്പർ 2. ഓക്കെ. ദെൻ 3 പോൾ ഗ്രൂപ്പ് ഇൻസുലേറ്റിംഗ് ബോക്സ്. 4 ഹൊറിസോണ്ടൽ റയർ ടെർമിനൽസ്. 5 പ്ലേറ്റ് ഫോർ ഫിക്സഡ് മെയിൻ കോണ്ടാക്ട്സ്. 6 പ്ലേറ്റ്സ് ഫോർ ഫിക്സഡ് ആർക്കിംഗ് കോണ്ടാക്ട്സ്. 7 പ്ലേറ്റ് ഫോർ മെയിൻ മൂവിംഗ് കോണ്ടാക്ട്. 8 പ്ലേറ്റ്സ് ഫോർ മൂവിംഗ് ആർക്കിംഗ് കോണ്ടാക്ട്. 9 ആർക്കിംഗ് ചേംബർ ആണ്, കണ്ടോ ആർക്കിംഗ് ചേംബർ ആണ് 9. Then 10 terminal box for fixed version sliding contacts for withdrawable version. Then 11 protection trip unit. Okay. Then 11 protection trip unit. 12 circuit breaker closing and opening control. 13 closing springs. 14 സ്പ്രിംഗ് ലോഡിംഗ് അറേഞ്ച്മെൻറ്റ്. 15 മാനുവൽ റിലീസിങ് ലിവർ. ഇത്രയാണ് നമ്മൾക്ക് നമ്മുടെ ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്റേർണൽ വ്യൂ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ നമുക്ക് എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കർ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, വെൻ ദ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺസ് the circuit either under the normal condition or in the fault condition, some arc is produced between the main contacts and some current flows to the load called transition current through the arc. അപ്പോൾ പറയാണ്, നമ്മുടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഒരു സർക്യൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എയ്തർ അണ്ടർ ദി നോർമൽ കണ്ടീഷൻ ഓർ ഇൻ ദ ഫോൾട്ട് കണ്ടീഷൻ, അതായത് നമുക്ക് ഫോൾട്ട് കണ്ടീഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നോർമൽ കണ്ടീഷൻ ആയിക്കോട്ടെ, ഏത് കണ്ടീഷനാണെങ്കിലും ആ സർക്യൂട്ട് ബ്രേക്കർ അവിടെ സർക്യൂട്ടിനെ ഓപ്പൺ ആക്കുമ്പോൾ, ഓപ്പൺസ് ദി സർക്യൂട്ട്, ഏത് കണ്ടീഷൻ സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ടിനെ ഓപ്പൺ ആക്കുമ്പോൾ അവിടെ അതിൻ്റെ മെയിൻ കോണ്ടാക്ട്സിൻ്റെ ഇടയിൽ എന്തുണ്ടാകും, ഒരു ആർക്ക് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആർക്ക് മീൻസ് ഒരു സ്പാർക്ക്. ഓക്കെ. അപ്പോൾ ഒരു ആർക്ക് നമുക്കിവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട് ബിറ്റ്വീൻ ദ മെയിൻ കോണ്ടാക്ട്സ് ആൻഡ് സം കറണ്ട് ഫ്ലോസ് ടു ദി ലോഡ്. അങ്ങനെ കുറച്ച് കറണ്ട് ലോഡിലേക്ക് ഫ്ലോ ചെയ്യാൻ കാരണമാകും. ഇതിനെയാണ് നമ്മൾ ആ കറണ്ടിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ കറണ്ട്. ഓക്കെ. അപ്പോൾ സം കറണ്ട് ഫ്ലോസ് ടു ദി ലോഡ് ത്രൂ ദി ആർക്ക്. അപ്പോൾ ആ ഉണ്ടാവുന്ന ആർക്കിലൂടെ ലോഡിലേക്ക് കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണമാകും. ഓക്കെ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ, നമുക്ക് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ടിനെ ഓപ്പൺ ആകുന്ന സമയത്ത് നോർമൽ കണ്ടീഷൻ ആയാലും ഇനിയിപ്പോൾ അണ്ടർ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഫോൾട്ട് കണ്ടീഷനാണെങ്കിലും സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ടിനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ മെയിൻ കോണ്ടാക്ട്സിൻ്റെ ഇടയിൽ ഒരു ആർക്ക് ഉണ്ടാകുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അത് കാരണം നമ്മൾക്ക് ആ ആർക്കിലൂടെ കുറച്ച് കറണ്ട് ലോഡിലേക്ക് ഫ്ലോ ചെയ്യാനും കാരണമാകാം. ആ കറണ്ടിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ കറണ്ട്. ഓക്കെ. പെട്ടെന്നുണ്ടാകുന്ന ഒരു കറണ്ട്. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത്, ദിസ് ആർക്ക് ആൻഡ് ദ കറണ്ട് ഷുഡ് ബി സപ്രസ്ഡ് ഓർ എലിമിനേറ്റഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഫോൾട്ട് കണ്ടീഷൻ. അവിടെ പറയാണ്, നമുക്ക് ഈ ഉണ്ടാകുന്ന ഈ ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന ആ കറണ്ട്, ആ ആർക്കും എന്തായിരിക്കണം, നമ്മൾ സപ്രസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം.
ഓക്കെ. അപ്പോൾ ആ ഒഴുകുന്ന ആ ഒരു ട്രാൻസിഷൻ കറണ്ടോ അല്ലെങ്കിൽ ആ ഒരു ആർക്കിനെ നിർബന്ധമായിട്ടും അവിടെ എലിമിനേറ്റ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഫാൾട്ട് കണ്ടീഷൻ ആണെങ്കിൽ എസ്പെഷ്യലി നിർബന്ധമായിട്ടും അതിനെ എന്താക്കിയിരിക്കണം, എലിമിനേറ്റ് ചെയ്തിരിക്കണം, ഒഴിവാക്കിയിരിക്കണം. ഓക്കെ. ഇനി സ്പെഷ്യൽ ഒരു ഫാൾട്ട് കണ്ടീഷനാണ്, സ്പെഷ്യലായിട്ട് നമുക്ക് അതിനെ ഒഴിവാക്കിയിരിക്കണം. അതർവൈസ് ഇനി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദ സിവിയറിറ്റി ഓഫ് ദ ഫാൾട്ട് ലെവൽ വിൽ ബി മോർ and damages the circuit which leads to the electric fire. ഓക്കെ. അപ്പോൾ നമ്മളത് അങ്ങനെ സപ്രസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെയുള്ള ഫാൾട്ട് ലെവല് അതിൻ്റെ സിവിയറിറ്റി കൂടും. ഓക്കെ. അപ്പോൾ ആ ഫാൾട്ട് ലെവൽ ഒത്തിരി അധികമാകും, അത് നമ്മുടെ സർക്യൂട്ടിന് ഡാമേജ് ആവും, അത് ഇലക്ട്രിക് ഫയറിന് വരെ കാരണമാകും എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അത് എന്തായാലും ആർക്ക് അല്ലെങ്കിൽ അത് കാരണമുള്ള കറണ്ടിനെ സപ്രസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തിരിക്കണം, സപ്രസ്ഡ് ആയിരിക്കണം അത്. അതർവൈസ് എന്ത് സംഭവിക്കും, ഫാൾട്ട് ലെവൽ വളരെയധികം ഹൈ ആകുകയും ചെയ്യും, അത് സർക്യൂട്ടിന് ഡാമേജ് ആകാനും കാരണമാകും. ഓക്കെ. അത് ഇലക്ട്രിക് ഫയറിനും കാരണമാകുമെന്നാണ് പറയുന്നത്. ക്ലിയർ? ഇനി ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ആർക്ക് സം വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദി മെയിൻ കോണ്ടാക്റ്റ് കാൾഡ് ട്രാൻസിഷൻ വോൾട്ടേജ്. ഇനി നമുക്കിങ്ങനെ ഈ ആർക്കിംഗ് പീരിയഡിൽ, ആർക്ക് ഉണ്ടാകുന്ന ആ ഒരു പീരിയഡിൽ കുറച്ച് വോൾട്ടേജ് മെയിൻ കോണ്ടാക്ട്സിന് അക്രോസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ വോൾട്ടേജ്, വിച്ച് വിൽ ബി മോർ ദാൻ ദ റേറ്റഡ് സിസ്റ്റം ഓർ സപ്ലൈ വോൾട്ടേജ്. അപ്പോൾ ഈ ട്രാൻസിഷൻ വോൾട്ടേജ് എന്താണ്, വിച്ച് വിൽ ബി മോർ ദാൻ ദ റേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജിനേക്കാളും എന്താണ്, കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ വോൾട്ടേജാണ്, അപ്പം ആ ഒരു കോണ്ടാക്ട്സിലുണ്ടാകുന്ന വോൾട്ടേജാണ് ട്രാൻസിഷൻ വോൾട്ടേജ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടു ക്വഞ്ച് ദ ആർക്ക് ദിസ് ട്രാൻസിഷൻ വോൾട്ടേജ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് ഒരു ആർക്കിനെ നമുക്ക് ക്വഞ്ച് ചെയ്യണമെങ്കിൽ, ആർക്കിനെ ഇല്ലാതാക്കണമെങ്കിൽ ഈ ട്രാൻസിഷൻ വോൾട്ടേജ് എന്തായിരിക്കണം, റെഡ്യൂസ് ആയിരിക്കണം. ട്രാൻസിഷൻ വോൾട്ടേജ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഓർ ദ ആർക്ക് വോൾട്ടേജ് ടു ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ട്രാൻസിഷൻ വോൾട്ടേജ് കുറയണം, അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാവുള്ള ആർക്ക് വോൾട്ടേജ് അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ട്രാൻസിഷൻ വോൾട്ടേജ് നമുക്ക് മെയിൻ കോണ്ടാക്ട്സിന് അക്രോസ് ആയിട്ട് ഒരു ആർക്കിങ്ങിൻ്റെ പീരീഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് ട്രാൻസിഷൻ വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ ആ ട്രാൻസിഷൻ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യപ്പെടണം, ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ആവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കിനെ ക്വഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ആർക്ക് ഈസ് കോൾഡ് ആർക്ക് വോൾട്ടേജ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ആർക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം വോൾട്ടേജ്. ഒരു ആർക്കുണ്ടെങ്കിൽ ആ ആർക്കിനെ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം വോൾട്ടേജിനെയാണ് ആർക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ആർക്ക്. അപ്പോൾ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മിനിമം വോൾട്ടേജിനെ, അവിടെ ഉണ്ടാകേണ്ട മിനിമം വോൾട്ടേജ് ആണ് എന്ത്, ആർക്ക് വോൾട്ടേജ്. ഓക്കെ. ഇനി ഇൻ എയർ സർക്യൂട്ട് ബ്രേക്കർ ദ ആർക്ക് വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ ഫോളോവിങ് 3 വേ. അപ്പോൾ നമുക്ക് എയർ സർക്യൂട്ട് ബ്രേക്കറിൽ 3 മെത്തേഡിൽ ഈ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ആയാലും നമുക്ക് ആർക്കിനെ ക്വഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നോക്കിയേ, ദ ആർക്ക് വോൾട്ടേജ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ആർക്ക് വോൾട്ടേജ് എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ദ ആർക്ക് വോൾട്ടേജ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇവിടെ നമ്മൾ ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എന്താ, ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താലും ആർക്കിനെ ക്വഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ആർക്ക് വോൾട്ടേജ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ കൂളിംഗ് ആർക്ക് പ്ലാസ്മ ബൈ എയർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആർക്ക് പ്ലാസ്മയെ നമ്മൾ എയർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യുമ്പോൾ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ ഓഫ് ആർക്ക് പ്ലാസ്മ ഇസ് റെഡ്യൂസ്ഡ്, മോർ വോൾട്ടേജ് വിൽ ബി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ആർക്ക്. അപ്പോൾ നമ്മൾ ആർക്ക് പ്ലാസ്മയുടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ്, ആ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ കൂടുതൽ വോൾട്ടേജ് വേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആർക്ക് വോൾട്ടേജ്
എന്താണ് ഇൻക്രീസ് ആവണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിൻ്റ് പറയുന്നത്, രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് ബൈ സ്പ്ലിറ്റിംഗ് ദ ആർക്ക് ഇൻ ടു എ നമ്പർ ഓഫ് സീരീസ് ഇൻ ആർക്ക് ചൂട്ട് വിൽ ഇൻക്രീസ് ദ ആർക്ക് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഓഫ് സീരീസ് ആയിട്ട് നമ്മൾ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആർക്ക് ചൂട്ടിൽ നമുക്ക് ആർക്ക് ചൂട്ട് എന്ന് നെക്സ്റ്റ് പറയാം. ആർക്ക് ചൂട്ടിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിംഗ് വോൾട്ടേജ് കൂട്ടാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യാം. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ആർക്ക് വോൾട്ടേജ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ലെങ്തനിങ് ദ ആർക്ക് പാത്ത്. ആർക്കിൻ്റെ പാത്ത് ലെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആർക്കിനെ കൊഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. As length of arc path is increased, its resistance of the arc path will increase, hence the arc voltage is increased. അപ്പോൾ പറയാണ് നമ്മൾ ആർക്ക് പാത്തിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ ആർക്ക് പാത്തിൻ്റെ റെസിസ്റ്റൻസും കൂടും. ഓക്കെ, അപ്പോൾ അതുവഴി ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾക്ക് എന്താ പറയുക ആർക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. സം എ സി ബി കണ്ടെയ്ൻസ് 2 പെയർസ് ഓഫ് കോണ്ടാക്ട്. ഇനി ചില എയർ സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് 2 പെയറുകൾ ഉണ്ടാകും. കോണ്ടാക്റ്റുകൾ, പെയർസ് ഓഫ് കോണ്ടാക്റ്റുകളാണ് ഉണ്ടാകുന്നത്. അപ്പം മെയിൻ പെയർ ക്യാരീസ് കറണ്ട് ആൻഡ് മെയ്ഡ് ഓഫ് കോപ്പർ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റത്തെ പെയറാണ് മെയിൻ പെയർ. ആ മെയിൻ പെയറിൽ ആരാളുള്ളത്? ക്യാരീസ് ദ കറണ്ട് ആൻഡ് മെയ്ഡ് ഓഫ് കോപ്പർ. മെയിൻ കോണ്ടാക്ട് പെയേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കോപ്പർ ഉപയോഗിച്ചിട്ടാണ്. അത് കറണ്ട് ക്യാരി ചെയ്യാനാണ്. ഓക്കെ, ദെൻ ആൻ അഡീഷണൽ പെയർ ഓഫ് കോണ്ടാക്റ്റ്, അതിനെ നമ്മൾ ആർക്ക് കോണ്ടാക്റ്റ് എന്നാണ് പറയുക. അഡീഷണൽ പെയർ ഓഫ് കോണ്ടാക്റ്റ് ആണ് നമ്മുടെ ആർക്ക് കോണ്ടാക്റ്റ്. ഓക്കെ, അത് കാർബൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ആർക്ക് കോണ്ടാക്റ്റ്, കാർബൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി വെൻ ദ ബ്രേക്കർ ഈസ് ഓപ്പൺഡ് ദ മെയിൻ കോണ്ടാക്റ്റ് ഓപ്പൺ ഫസ്റ്റ്. ബ്രേക്കർ ഓപ്പൺ ആകുമ്പോൾ ഫസ്റ്റ് ഓപ്പൺ ആകുന്നത് ആരാണ്? മെയിൻ കോണ്ടാക്റ്റ് ആണ് ഫസ്റ്റ് ഓപ്പൺ ആകുന്നത്. ആൻഡ് ആർക്ക് കോണ്ടാക്ട് റിമാൻസ് ഇൻ ടച്ച്. അപ്പോഴും ആർക്ക് കോണ്ടാക്റ്റ് ടച്ച് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ആർക്കിംഗ് ഗെറ്റ്സ് ഇനീഷ്യേറ്റഡ് വെൻ ആർക്ക് കോണ്ടാക്ട്സ് ആർ സെപ്പറേറ്റഡ്. അങ്ങനെ ആർക്കിംഗ് എപ്പോഴാണ് ഇനീഷ്യേറ്റ് ആവുന്നത്? അപ്പോഴാണ് നമുക്ക് ആർക്ക് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കിംഗ് ഗെറ്റ്സ് ഇനീഷ്യേറ്റഡ് വെൻ ആർക്ക് കോണ്ടാക്ട് സെപ്പറേറ്റ് ആകുമ്പോൾ നമുക്കവിടെ ആർക്കിംഗ് ഇനീഷ്യേറ്റ് ആകും. ഓക്കെ, അങ്ങനെ ട്രാൻസിഷൻ വോൾട്ടേജ് അവിടെ റെഡ്യൂസ് ആവുന്നു. ഓക്കെ, ഇനി നമുക്ക് അപ്ലിക്കേഷൻ ആൻഡ് യൂസസ് ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കറാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റുകളുടെ പ്രൊട്ടക്ഷന് എ സി ബി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോമൺ പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻസിൻ്റെ കോമൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ എയർ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ആൾസോ യൂസ്ഡ് ഇൻ ഇലക്ട്രിസിറ്റി ഷെയറിംഗ് സിസ്റ്റം അപ് ടു 15 kV. 15 kV വരെയുള്ള ഇലക്ട്രിസിറ്റി ഷെയറിംഗ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നു. then also used in low as well as high voltage and current application. നമുക്ക് ലോ വോൾട്ടേജ് ആൻഡ് കറണ്ട് അപ്ലിക്കേഷൻ അതുപോലെ ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട് അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ കെ സി ബി യൂസ് ചെയ്യുന്നുണ്ട്. then it is used for protection of transformer, capacitors and generators. ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റേഴ്സിൻ്റെ ജനറേറ്റേഴ്സിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എ സി ബി. അപ്പോൾ ഇത്രയാണ് നമുക്ക് എ സി ബിയുടെ അപ്ലിക്കേഷൻ അതുപോലെ യൂസസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ജസ്റ്റ് നിങ്ങൾ നെയിംസ് മാത്രം ഓർക്കാം. നമുക്ക് എന്താ ടൈപ്സ് ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കർ പറയുന്നുണ്ട്. പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമുക്കൊരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫിഗറാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ചൂട്ട് എന്നൊരു ഭാഗം, ഇതാണ് ആ ചൂട്ട് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ ആർക്ക് വരുന്ന ഈ ഒരു പോർഷൻ. ഓക്കെ, ദെൻ ഇത് നമ്മൾ ആർക്കിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റേഴ്സാണ്, സ്പ്ലിറ്റേഴ്സ്. ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യാം, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയാം, അതാണ് സ്പ്ലിറ്റേഴ്സ്. ഓക്കെ, ദെൻ നമുക്ക് ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എയർ സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ്, അത് നെക്സ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.